ഇങ്ങോട്ട് നോക്കിയാൽ എൻ്റെ മുല്ലയിലൊക്കെ എന്തുമാത്രം മുട്ട ഉണ്ടായിട്ടുണ്ടെന്ന്. ഇത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. അത് മാത്രമല്ല, അത് കാണുമ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷം. അപ്പം നമ്മൾ മുല്ല നട്ടിട്ട് അതിൻ്റെ വഴിക്ക് വിടുകയാണെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ വെള്ളം ഒഴിക്കണം. പിന്നെന്താ, അതിന് കൃത്യസമയങ്ങളിൽ വളം നൽകണം. പിന്നെ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ ആ ചെടി നന്നായിട്ട് നോക്കും കേട്ടോ. അതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ വല്ല പ്രാണികളോ അങ്ങനെയുള്ള ജീവികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വളം, അത് പ്രത്യേകിച്ച് വേറെ വളമൊന്നുമില്ല. ഞാൻ എൻ്റെ പച്ചക്കറിക്ക് കൊടുക്കുന്ന സെയിം വളം തന്നെയാണ് ഇവർക്ക് നൽകുന്ന ഈ പച്ചക്കറി വേസ്റ്റ്. അപ്പം ആ പച്ചക്കറി വേസ്റ്റ് നമ്മൾ അതിൻ്റെ വളം ഇടുമ്പോഴുണ്ടല്ലോ, ഈ പച്ചക്കറിയുടെ വിത്തൊക്കെ അതിനകത്ത് കിടന്ന് അത് മുളച്ച് വരും. അങ്ങനെ വരുന്ന ആ തൈയൊക്കെ ഞാനങ്ങ് എടുത്ത് കളയും. അപ്പം അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് വേറെ വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് ഞാനത് അങ്ങ് പിഴുതങ്ങ് കളയും. പിന്നെ അടുത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ മുട്ട ഉണ്ടായി അത് പൂവായി കഴിഞ്ഞ് വിടർന്ന് പോകുമല്ലോ, അത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം 1 or 2 ഇല താഴോട്ട് വെച്ച് നമ്മളതങ്ങ് ഒടിച്ച് കളയണം. എങ്കിൽ മാത്രമേ അതിങ്ങനെ ഇഷ്ടംപോലെ മുട്ട് വീണ്ടും അതിലുണ്ടായി വരികയുള്ളൂ. അത് മാത്രമല്ല, ഇത് കുറ്റിമുല്ലയല്ലേ, അപ്പോൾ കുറ്റിയായിട്ട് തന്നെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഭംഗി. ഞാനതിനെ അങ്ങോട്ട് മേളിലോട്ട് വരാൻ സമ്മതിക്കത്തില്ല. പൂ ഉണ്ടായി കഴിയുമ്പം ഞാൻ ആ ഭാഗം അങ്ങ് ഒടിച്ച് കളയും. ഞാൻ നേരത്തെ ഇട്ട മുല്ലയുടെ ഒരു വീഡിയോയിൽ 1-2 കമൻസ് ഉണ്ടായിരുന്നു, കൃഷിക്കായിട്ടാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ പ്രൂണിംഗ് ഒക്കെ എങ്ങനെയാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 മൂട് വെക്കണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. കൃഷിയായിട്ട് തന്നെ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ നടന്നില്ല. 4 ആദ്യം ചെയ്തിട്ട് പിന്നെ നോക്കാമെന്ന് വെച്ചു. നടന്നില്ല കേട്ടോ. പിന്നെ പ്രൂണിങ് ഞാൻ ലൈറ്റ് പ്രൂണിങ് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ.